എബ്രഹാം ലിങ്കന്റെ ചിത്രം മനസ്സിലൊന്ന് ഓർത്തു നോക്കി. ഉയരമുള്ള ശരീരം, കറുത്ത കോട്ട്, നീണ്ട തൊപ്പി, പിന്നെ പ്രസിദ്ധമായ ആ നീട്ടി വളർത്തിയ താടിരോമവും. പക്ഷെ ഒരു കാലത്ത് ലിങ്കന് താടിരോമം ഉണ്ടായിരുന്നില്ല. ഇന്ന് ലോകം തിരിച്ചറിയുന്ന ആ മുഖം അദ്ദേഹത്തിന് സമ്മാനിച്ചത് ഒരു 11കാരിയുടെ ചെറിയൊരു കത്താണ്. 1860 അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് കാലം. ന്യൂയോർക്കിലെ വെസ്റ്റ് ഫീൽഡ് എന്ന ഗ്രാമത്തിൽ താമസിച്ചിരുന്ന ഗ്രേസ് ബെഡൽ എന്ന പെൺകുട്ടി ലിങ്കന്റെ തിരഞ്ഞെടുപ്പ് ചിത്രം കണ്ട് മെലിഞ്ഞ് കറുത്ത അദ്ദേഹത്തിൻ്റെ ചിത്രം നോക്കിയിട്ട് അവൾ അമ്മയോട് പറഞ്ഞു, ഇദ്ദേഹം താടിരോമം വളർത്തിയാൽ കുറച്ചുകൂടി സുന്ദരനാകും. പറഞ്ഞതുകൊണ്ട് മാത്രം അവൾ നിർത്തിയില്ല. പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ എബ്രഹാം ലിങ്കണ് നേരിട്ടൊരു കത്തെഴുതി, താങ്കൾ താടി വളർത്തിയാൽ മുഖം കൂടുതൽ ഭംഗിയാകും. സ്ത്രീകൾക്ക് താടിയുള്ളവരെ വലിയ ഇഷ്ടമാണ്. അവർ ഭർത്താക്കന്മാരോട് താങ്കൾക്ക് വോട്ട് ചെയ്യാൻ പറയും. എൻ്റെ സഹോദരന്മാരിൽ ചിലർ താങ്കൾക്ക് വോട്ട് ചെയ്യും. ബാക്കിയുള്ളവരെ കൊണ്ടൊക്കെ സമ്മതിപ്പിക്കാൻ ഞാൻ ശ്രമിക്കാം. എത്ര നിഷ്കളങ്കമായ ആത്മവിശ്വാസമാണ്! വോട്ടവകാശമില്ലാത്ത ഒരു പെൺകുട്ടി അമേരിക്കയുടെ ഭാവി പ്രസിഡന്റിന് തിരഞ്ഞെടുപ്പ് തന്ത്രം പറഞ്ഞുകൊടുത്ത് കൊണ്ട് കത്തെഴുതുകയാണ്. ആ കത്ത് വായിക്കപ്പെടാതെ പോകാമായിരുന്നു. പക്ഷേ ലിങ്കൺ അത് വായിച്ചു. 4 ദിവസത്തിന് ശേഷം, ഇതുവരെ താടി വളർത്തിയിട്ടില്ലാത്ത ഞാൻ ഇപ്പോൾ വളർത്തിയാൽ ആളുകൾ അതിനെ വെറും പ്രകടനമായി കരുതില്ലേ എന്ന് ചോദിച്ചുകൊണ്ടൊരു മറുപടിയും അദ്ദേഹം എഴുതി. ഒരു വാഗ്ദാനവും നൽകിയില്ല. എന്നാൽ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ലിങ്കന്റെ മുഖത്ത് താടിരോമം വളരാൻ തുടങ്ങി. പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം വാഷിങ്ടണിലുള്ള ട്രെയിൻ യാത്രയിൽ അദ്ദേഹം ഗ്രേസിൻ്റെ ഗ്രാമമായ വെസ്റ്റ് ഫീൽഡിൽ ഇറങ്ങി. ആയിരക്കണക്കിന് ആൾക്കാർക്കിടയിൽ അദ്ദേഹം ചോദിച്ചു, ഗ്രേസ് ബെഡൽ ഇവിടെ ഉണ്ടോ? ഗ്രേസ് മുന്നിലേക്കെത്തി. തൻ്റെ താടി തടവിക്കൊണ്ട് ലിങ്കൺ പറഞ്ഞു, ഗ്രേസ് നോക്കൂ, നിനക്ക് വേണ്ടിയാണ് ഞാൻ ഈ താടിരോമം വളർത്തിയത്. ആ പെൺകുട്ടിയുടെ കത്തും ലിങ്കന്റെ വിജയവും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന് നമുക്കറിയാം. എങ്കിലും ആ സംഭവം അദ്ദേഹത്തിൻ്റെ പൊതുചിത്രം മാറ്റി. പിന്നീട് ലോകം തിരിച്ചറിഞ്ഞ ലിങ്കന്റെ മുഖത്തിൻ്റെ അവിഭാജ്യ ഘടകമായി നീണ്ട ആ താടി മാറി. ഈ കത്തും ലിങ്കന്റെ മറുപടി ഇന്നും ചരിത്രരേഖകളായി സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നല്ലൊരു അഭിപ്രായം പറയാൻ വലിയ പ്രായമോ വലിയ പദവിയോ ഒന്നും ആവശ്യമില്ല. അതുപോലെ നല്ലൊരു അഭിപ്രായം സ്വീകരിക്കാൻ പദവിയും പ്രായവും ഒരു തടസ്സവുമല്ല. ഗ്രേസിൻ്റെ മഹത്വം അവൾ കത്തെഴുതി എന്നതാണ്, ലിങ്കന്റെ മഹത്വം അത് വായിച്ചു എന്നത്. നമ്മുടെ ജീവിതത്തിലേക്കും പലപ്പോഴും ചില കത്തുകൾ വരും, ചില ഉപദേശങ്ങൾ, ചില വിമർശനങ്ങൾ, ചില മുന്നറിയിപ്പുകൾ. അവ എഴുതിയത് ചെറിയ മനുഷ്യരായിരിക്കാം, പക്ഷേ അതിനുള്ളിലെ ആശയം ചെറുതായിരിക്കണം എന്നില്ല. ഓർക്കുക, ചരിത്രം മാറ്റുന്നത് ചിലപ്പോൾ വലിയ പ്രസംഗങ്ങളല്ല, വായിക്കപ്പെടുന്ന ഒരു ചെറിയ കുറിപ്പും സ്വീകരിക്കാൻ തയ്യാറുള്ള ഒരു വലിയ മനസ്സും. OS ടോക്സിൽ വീണ്ടും കാണാം.